ഹൈ ഓൾ ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ പരീക്ഷയ്ക്കായിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എവിടെ വരെയായി? നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കേണ്ട സമയമാണിത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കൂടുതൽ PYQകളിലേക്ക് പോകാം. ഒരു ആദ്യത്തെ ചോദ്യം, വാട്ട് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവൽ ഓഫ് പതോജനിക് ബാക്ടീരിയ ഫ്രം വാട്ടർ? അപ്പോൾ വെള്ളത്തിൽ നിന്ന് നമുക്കറിയാം, ഈ മീറ്റർ റീഡറുടെയൊക്കെ സിലബസിൽ വെള്ളം, ഈ വാട്ടർ, അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ഈ ഒരു സിലബസിലുണ്ട്. വളരെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വാട്ടർ ട്രീറ്റ്മെന്റ് സ്റ്റെപ്പുകൾ, ഏതൊക്കെ പ്രോസസ്സുകളാണ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഐപ്ലസിന്റെ ക്ലാസ്സുകളിൽ അത് ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ വിശദാംശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. അതായത് ബാക്ടീരിയ, വെള്ളത്തിൽ നിന്ന് ബാക്ടീരിയ കളയാനായിട്ട് ഈ തന്നിരിക്കുന്നതിൽ ഏത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് സ്ക്രീനിങ്, സെഡിമെന്റേഷൻ, ഫിൽട്ടറേഷൻ, ക്ലോറിനേഷൻ. ഏതാണ്? ബാക്ടീരിയ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടറിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിലും ഏകദേശം ഒരു ഐഡിയ കൂടെ നമുക്ക് കിട്ടും. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി വെള്ളം ഫിൽട്ടർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. പക്ഷെ അതിൽ ബാക്ടീരിയ നശിക്കുമോ? ബാക്ടീരിയ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടികളാണല്ലേ, വളരെ നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള പാർട്ടികളാണ്. അപ്പൊ സ്ക്രീനിങ് എന്നൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് ചെയ്യുന്ന പരിപാടി വെച്ചിട്ട് നമുക്കിത് ബാക്ടീരിയ നശിപ്പിക്കാൻ പറ്റില്ല. സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് ഹാർഡ് ആയിട്ടുള്ള ഡെബ്രീസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഒക്കെ സെഡിമെന്റ് ചെയ്ത് ബാക്കിയുള്ളത് മാറ്റിയെടുക്കുന്നത്. ഇതൊക്കെ വാട്ടർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ പല സ്റ്റേജുകളാണ്. അപ്പൊ സെഡിമെന്റേഷൻ വഴിയും ബാക്ടീരിയ നശിക്കുമെന്ന് തോന്നുന്നില്ല. ഫിൽട്ടറേഷനും അത് തന്നെയാണ്. ഫിൽട്രേഷൻ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്ത്, എന്നാൽ പോലും ബാക്ടീരിയയുടെ ആ സൈസിലുള്ള, അത്രയും ചെറിയ സൈസിലുള്ള പാർട്ടിക്കിൾസ് ഒന്നും ഫിൽട്ടർ ആയി പോവില്ല. ക്ലോറിനേഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വാട്ടറിൽ ക്ലോറിൻ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പതോജനിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താ? വിഷാംശമുള്ള ബാക്ടീരിയയിലെ, അത്തരം ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്. നമ്മുടെ വെള്ളത്തിലൊക്കെ, നമ്മുടെ കിണറ്റിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ ക്ലോറിനേഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഹൈപ്പർ ഹാർഡ്നെസ്, കാർബണേറ്റ് ഹാർഡ്നെസ്, മൈൽഡ് ഹാർഡ്നെസ്, സൾഫേറ്റ് ഹാർഡ്നെസ്. അപ്പോൾ വാട്ടറിന്റെ ഹാർഡ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കാണ്. വാട്ടറുമായി ബന്ധപ്പെട്ട്, ക്വാളിറ്റി ഓഫ് വാട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സംഗതിയാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. 2 തരം ഹാർഡ്നെസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. അപ്പൊ ഇതിൽ ടെമ്പററി ഹാർഡ്നെസ്സിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഹൈപ്പർ ഹാർഡ്നെസ്, കാർബണേറ്റ് ഹാർഡ്നെസ്, മൈൽഡ് ഹാർഡ്നെസ്, സൾഫേറ്റ് ഹാർഡ്നെസ്. ഏതായാലും കറക്റ്റ് ആൻസർ. ഹാർഡ്നെസ് പഠിക്കുന്നവർ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്നത്, നമ്മൾ ഏറ്റവും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു? കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ ഒക്കെ കൊണ്ടാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ കാർബണേറ്റ് ഹാർഡ്നെസ് ആണ്. ഓപ്ഷൻ ബി, കാർബണേറ്റ് ഹാർഡ്നെസ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ആർ കോസ്ഡ് ബൈ ബൈകാർബണേറ്റ്സ് ആൻഡ് കാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളും കാർബണേറ്റുകളും ചേർന്നാണ് ടെമ്പററി ഹാർഡ്നെസ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്? അത് സിംപ്ലി ബോയിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ലൈം ആഡ് ചെയ്യുന്നതിലൂടെ റിമൂവ് ചെയ്യാം. അപ്പോൾ ആ ഹാർഡ്നെസ് റിമൂവൽ പ്രോസസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനും ഉണ്ട്. നമ്മുടെ സിലബസിൽ അത് പറയുന്നുണ്ട്. 3ാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. അണ്ടർഗ്രൗണ്ട് സോഴ്സ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഒരു അണ്ടർഗ്രൗണ്ട് സോഴ്സ് ഏതാണ്? ഭൂമിക്ക് അടിയിലുള്ള സോഴ്സ് ഏതാണ് എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. സ്പ്രിങ്സ്, പോൺസ്, ലേക്സ്, റെയിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? പോണ്ടുകൾ, ലേക്കുകൾ, റെയിൻ. അതൊക്കെ ഭൂമിക്ക് അടിയിലാണോ? പോണ്ട് ഉള്ളത് ഭൂമിക്ക് അടിയിലാണോ? ഭൂമിയുടെ പ്രതലത്തിന് മുകളിലല്ലേ ഈ കുളങ്ങളൊക്കെ ഉള്ളത്? പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കുളങ്ങൾ. ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തടാകങ്ങൾ. അതും ഭൂമിയുടെ മേളിലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നല്ലേ? ദെൻ റെയിൻ, മഴവെള്ളം ഭൂമിക്ക് അടിയിലാണോ? അല്ല. അപ്പൊ അതൊന്നും അല്ല ആൻസർ. സ്പ്രിങ്ങുകളാണ്. ഉറവകളാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ഓഫ് വാട്ടർ. അപ്പൊ സോഴ്സസ് ഓഫ് വാട്ടർ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിലെ സ്പ്രിങ്സ് ആണ് അണ്ടർഗ്രൗണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം, സിയോലൈറ്റ് പ്രോസസ് ഈസ് യൂസ് ടു റിമൂവ്. സിയോലൈറ്റ് പ്രോസസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇമ്പ്യൂരിറ്റീസ്, വാട്ടർ ഹാർഡ്നെസ്, ബാക്ടീരിയ, ടർബിഡിറ്റി. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ എന്ത് റിമൂവ് ചെയ്യാനാണ് സിയോലൈറ്റ് പ്രോസസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം. ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാനാണോ? ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനാണോ? ബാക്ടീരിയകളെ റിമൂവ് ചെയ്യാനാണോ? ടർബിഡിറ്റി റിമൂവ് ചെയ്യാനാണോ? ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വാട്ടർ ഹാർഡ്നെസ് ആണ്. പ്രത്യേകിച്ചും പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനാണ് മെജോറിറ്റി ആയിട്ട് നമ്മൾ സിയോലൈറ്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. സിയോലൈറ്റ് ബെഡിലൂടെ ഈ ഹാർഡായിട്ടുള്ള വാട്ടർ സിയോലൈറ്റ് ബെഡിലൂടെ കടത്തിവിട്ട് അതുവഴി നമുക്ക് സോഫ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കിട്ടുന്ന ഒരു പ്രോസസ് സെറ്റപ്പാണ് ഇതിനുള്ളത്. അപ്പൊ ഇതാണ് സിയോലൈറ്റ് പ്രോസസ് എന്നുള്ളത്. അതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല. പക്ഷെ എന്താണ് സിയോലൈറ്റ് പ്രോസസ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അഞ്ചാമത്തെ ചോദ്യം, PVC പൈപ്സ് ആർ യൂസ്ഡ് ഫോർ ടെമ്പറേച്ചേഴ്സ് ബിലോ. അപ്പൊ പൈപ്പുകളുടെ കളർ കോഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പൈപ്പുകളുടെ വെൽഡിങ്ങും ഒക്കെ അതിനകത്ത് നോക്കാനുണ്ട്. അപ്പൊ അതിൽ ഈ PVC ഓരോ തരത്തിലുള്ള പൈപ്പ് ഉണ്ട്, കാസ്റ്റ് അയൺ പൈപ്പ് തുടങ്ങിയ ഒരുപാട് പൈപ്പുകളുണ്ട്, GI പൈപ്പ്. അപ്പൊ PVC പൈപ്പ് ഏത് ടെമ്പറേച്ചറിലാണ് എന്താണ് സേഫ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഉണ്ട് 140 ഡിഗ്രി ഫാരൻഹീറ്റ്, 140 ഡിഗ്രി സെൽഷ്യസ്, 87 ഡിഗ്രി ഫാരൻഹീറ്റ്, 60 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇപ്പൊ ഇവിടെ നമ്മളെ തെറ്റിക്കാനായിട്ട് ഒരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട്, 140 ഡിഗ്രി ഫാരൻഹീറ്റ്, 140 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 140 ആണ് ഉത്തരം. അതിൽ സെൽഷ്യസ് ആണോ ഫാരൻഹീറ്റ് ആണോ, ഇതൊക്കെ നമ്മൾ ആ വാല്യൂസ് പഠിച്ചു വെക്കുന്നതാണ് കേട്ടോ. PVC പൈപ്പ് ഒക്കെ ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് സേഫ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി ഓപ്ഷൻ എ കറുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് ഫാരൻഹീറ്റിലാണ് അല്ലെ, അത് മറ്റേത് സെൽഷ്യസിലാണ്. അപ്പോൾ സെൽഷ്യസിലാണോ ഫാരൻഹീറ്റിലാണോ 140 വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ട് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണല്ലോ, 140 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതും ഫാരൻഹീറ്റ് ഒരുപാട് ഈ പറഞ്ഞ 140 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നുള്ളത് ചെറിയ ടെമ്പറേച്ചർ ആണ് ആക്ച്വലി. അപ്പോൾ കാരണം നമ്മുടെ എന്താ ഫാരൻഹീറ്റും സെൽഷ്യസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ താപനില ഒക്കെ വരുന്നത് 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലേക്കാണ്. നമ്മുടെ നോർമൽ താപനില നമുക്ക് പനിയൊക്കെ ഉള്ളപ്പോൾ 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ പോയി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പക്ഷേ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് വലിയ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരു ഫാരൻഹീറ്റും സെൽഷ്യസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആൻസർ 140 ഡിഗ്രി ഫാരൻഹീറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PVC പൈപ്പ് 140 ഡിഗ്രി ഫാരൻഹീറ്റിന് താഴെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ദ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഫോർ വെൽഡിംഗ്? അപ്പൊ വെൽഡിങ്ങിന്റെ കേസിൽ, അതായത് ഗ്യാസ് വെൽഡിങ്ങിന്റെ കേസിൽ ഏതൊക്കെയാണ് ഗ്യാസ് വെൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്? ഗ്യാസ് വെൽഡിംഗ് ആണ് ഇവിടെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിക്കുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്? ഓക്സിജൻ ഉണ്ട്, അസറ്റിലിൻ C2H2 അല്ലെ, ഓക്സിജനും അസറ്റിലിനും ഉണ്ട്. ഇത് രണ്ടും കൂടെ അസറ്റിലിൻ അല്ലെ, അസറ്റിലിനും ഓക്സിജനും. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറും ഉണ്ട്, അസറ്റിലിൻ സിലിണ്ടറും ഉണ്ട്. അപ്പൊ അത് രണ്ടിലും തമ്മിലുള്ള മിശ്രിതമാണ് നമ്മൾ ഈ ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതിലെ ഓക്സിജൻ സിലിണ്ടറിന്റെ കപ്പാസിറ്റി എത്ര എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. 7 മീറ്റർ ക്യൂബ്, 16 മീറ്റർ ക്യൂബ്, 6 മീറ്റർ ക്യൂബ്, 17 മീറ്റർ ക്യൂബ്. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നമ്മൾ ഗ്യാസ് വെൽഡിംഗ് പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ 7 മീറ്റർ ക്യൂബ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, എ പ്രഷർ വിച്ച് റിസൾട്ട്സ് ഫ്രം സഡൻ സ്റ്റോപ്പേജ് ഓഫ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് ഈസ് നോൺ ആസ്. ഒരു ക്ലോസ്ഡ് പൈപ്പിൽ പെട്ടെന്ന് ഈ വാട്ടർ നിന്ന് കഴിഞ്ഞാൽ പ്രഷറിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും, ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കോണ്ടിയൂട്ട്, വലിയൊരു കോണ്ടിയൂട്ട് അല്ലെങ്കിൽ ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുകയാണ്. ഒരു സൈഡിൽ നമ്മളെ ഇങ്ങനെ അടച്ചു വെച്ചു, വെള്ളം വളരെ ശക്തിയിൽ വന്നിട്ട് ഈ പറഞ്ഞ ആ ഒരു സ്റ്റോപ്പേജിലോട്ട് വന്ന് തട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രതിഭാസം ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ എന്താ പറയുന്നത് എന്നുള്ളതാണ്. വാട്ടർ ഹാമർ, വാട്ടർ പ്രഷർ, വെലോസിറ്റി, പ്രഷർ ഹെഡ്. ഏതാ ഇതിന്റെ ആൻസർ? ഇത് ഈ 4 ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് ആൻസർ പറയാം. എന്താണെങ്കിലും വാട്ടർ പ്രഷർ ഒന്നുമല്ല. പ്രഷർ എന്നാണോ അതിനെ പറയുന്നത്? സഡൻ സ്റ്റോപ്പേജ് കൊണ്ടുണ്ട് അല്ല. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു സ്പീഡിനെ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്, വെള്ളം ഒഴുകുന്ന വേഗത. അപ്പോൾ അതാണ് വെലോസിറ്റി. പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലുള്ള പ്രഷർ തന്നെയാണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ആൻസർ വാട്ടർ ഹാമർ. അപ്പോൾ വാട്ടർ ഹാമർ എന്ന് പറഞ്ഞ പ്രതിഭാസം എന്താണ്? പെട്ടെന്ന് ഒരു സഡൻ സ്റ്റോപ്പേജ്, ഈ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒരു പെട്ടെന്ന് അതിനെ പിടിച്ചു നിർത്തുന്ന ആ സമയത്ത് നമുക്ക് സംഭവിക്കുന്ന പ്രതിഭാസമാണ് വാട്ടർ ഹാമർ എന്നുള്ളത്. അതാണ് ആൻസർ വരുന്നത്. എട്ടാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഓൾ ഗ്യാസസ് ബേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ്. എല്ലാ ഗ്യാസുകളും കത്തുന്നത് എന്തുകൊണ്ടാണ്? ഏതിന്റെ സഹായത്തോടാണ്? ഹൈഡ്രജൻ, അസറ്റിലിൻ, നൈട്രജൻ, ഓക്സിജൻ. ഏത് ഗ്യാസ് ഉണ്ടെങ്കിലേ നമുക്ക് കത്താൻ പറ്റുള്ളൂ? കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ അല്ലെ. ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ, ദി ഇൻസ്ട്രുമെന്റ് യൂസ് ടു ചെക്ക് ദ കളർ ഓഫ് വാട്ടർ. വാട്ടറിന്റെ കളർ ചെക്ക് ചെയ്യാനായിട്ട്, അതായത് വെള്ളത്തിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ചില ഇൻസ്ട്രുമെന്റുകളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ വാട്ടറിന്റെ കളർ കറക്റ്റ് ആയിട്ടുള്ള കളറാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏത്? ടിൻഡോമീറ്റർ, മാനോമീറ്റർ, ഓസ്മോസ്കോപ്പ്, സ്പെക്ട്രോസ്കോപ്പ്. അത് ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ടിൻഡോമീറ്റർ. ടിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ചെറിയൊരു കളർ കൊടുക്കുന്ന ടിൻഡ് എന്ന് പറയാം. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ടിൻഡോമീറ്റർ ആണ് അല്ലെ. മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രഷർ നോക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഈ ടിൻഡോമീറ്റർ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ എ. 10ാമത്തെ ചോദ്യം, വാട്ടർ ഹാവിംഗ് pH ലെസ് ദാൻ 7. 7ൽ താഴെ pH ഉള്ള വാട്ടറിനെ എന്താ നമ്മൾ വിളിക്കുക? അല്ലെങ്കിൽ ആ വാട്ടറിന് എന്ത് സ്വഭാവമായിരിക്കും എന്നുള്ളതാണ്. അത് ആൽക്കലൈൻ വാട്ടർ ആണോ, മാനോമീറ്റർ ആണോ, അതോ ആൽക്കലൈൻ വാട്ടർ ആണോ, ന്യൂട്രൽ വാട്ടർ ആണോ, അസിഡിക് വാട്ടർ ആണോ, നൺ ഓഫ് ദീസ്? ഏതാണ്? ഇപ്പൊ pH എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? pH എന്ന് പറഞ്ഞാൽ അസിഡിറ്റിയുടെ ഒരു സ്കെയിൽ ആണല്ലേ. വാട്ടർ അല്ലെങ്കിൽ ആ പദാർത്ഥം, ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മാറ്റർ എന്ന് പറയുന്നത് അസിഡിക് ആണോ,
ന്യൂട്രൽ ആണോ ആൽക്കലൈൻ ആണോ എന്ന് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് pH എന്ന് പറയുന്നത്. ആ pH 7-ൽ താഴെ ആണെങ്കിൽ അത് എന്താണ്? അത് അസിഡിക് ആണ്. pH 7-ൽ താഴെ ആണെങ്കിൽ അത് അസിഡിക് വാട്ടർ ആണ്. അപ്പൊ pH 7-ന് മുകളിലാണെങ്കിലോ അത് ആൽക്കലൈനാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. pH 7-ൽ താഴെയാണ് അസിഡിക്, 7-ന് മുകളിലാണെങ്കിൽ ആൽക്കലൈൻ, 7 തന്നെയാണെങ്കിലോ pH 7 തന്നെയാണെങ്കിലോ അത് ന്യൂട്രൽ വാട്ടർ ആണ്. നമ്മുടെ നോർമൽ പ്യുവർ വാട്ടർ ഒക്കെ എന്തായിരിക്കണം? pH 7 ആയിരിക്കണം. അതായത് ന്യൂട്രൽ ആയിരിക്കണം. അസിഡിക്കും ആവാൻ പാടില്ല, ആൽക്കലൈനും ആവാൻ പാടില്ല. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളും ടോപ്പിക് ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.